കുട്ടി ആഗ്രഹമായിരുന്നു ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന്. ഫൈനലി ഇന്നത് സംഭവിച്ചു. കാരണം കസിൻസും എല്ലാവരും ഒന്നിച്ച് വന്നൊരു ദിവസമായിരുന്നു ഇത്. കാസർഗോഡ് നീലേശ്വരം എന്ന പ്ലേസിൽ ഉള്ളിലോട്ടുള്ള ഒരു കുഞ്ഞ് ഷാപ്പായിരുന്നു. കാരണം എവ്രി വൺ വാസ് സോ എക്സൈറ്റഡ് ടു ഹാവ് ഷാപ്പിലെ ഫുഡ്. കാരണം ഈ ബാംഗ്ലൂർ പോയതിനു ശേഷം വല്ലപ്പോഴും മാത്രമേ ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കസിൻസുമായിട്ട് ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഐ ലിറ്ററലി എൻജോയ് ദ ഡേ. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ മെനു വായിക്കാൻ കക്കാണത്. അങ്ങനെ അവർ മെനു വായന കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്പോറ്റും കൂടി സീറ്റ് വരുത്തി നടന്നു. ഞായറാഴ്ച എൻ്റെ ഒടുക്കത്തെ തിരക്കായിരുന്നു. നമുക്ക് സീറ്റ് ഇടാൻ നല്ല പണിയായിരുന്നു. അവസാനം എൻ്റെ അനിയൻ സീറ്റ് വരുത്തി എന്നെ ആ ഷാപ്പിൻ്റെ പുറത്ത് തന്നെ ഇറക്കിപ്പിച്ചു. കാരണം ഷാപ്പത്തെ അവരെന്നെ ലാസ്റ്റ് നമുക്ക് സീറ്റ് കണ്ടുപിടിച്ചു തന്നു. കാരണം 1-2 ആൾക്കാരായിരുന്നില്ല, 10-20 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ചെയറെല്ലാം സെറ്റാക്കി തന്നു. പിന്നെ കുറച്ചേരം ഫുഡിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അവസാനം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. കപ്പ ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ബീഫ്, മട്ടൻ. പിന്നെ മെയിനായിട്ട് 2 ടൈപ്പ് കള്ള് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ സാധാ തെങ്ങുകള്ള്, പിന്നെ ഒന്ന് മുന്തിരി മിക്സ് ചെയ്ത കള്ള്. അത് ഏകദേശം ഒരു വൈൻ്റെ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ കരിമീൻ. എല്ലാത്തിനും വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് ലിറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ കാണുന്നില്ല എൻ്റെ അനിയന്മാരുടെ ഫുഡിൻ്റെ കളി. സോ ഇറ്റ് വാസ് സോ ടേസ്റ്റ്. ഒന്നിനൊന്നും മെച്ചായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് കഥകളും നാട്ടുവിശേഷങ്ങളെല്ലാം പറഞ്ഞു. കാരണം വല്ലപ്പോഴും മാത്രമേ എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ലിറ്ററലി നമ്മൾ എല്ലാവരും ആ ഡേ സോ എക്സൈറ്റഡും എൻജോയ്മെൻറ്റിലൊരു ഡേ ആയിരുന്നു അത്.